നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോട്ടയത്ത് നടന്ന ഇരട്ട കൊലപാതകത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് കേരളം ഇനിയും ഉണർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയും വിജയകുമാറിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചുള്ള സംസാരങ്ങളാണ് ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ ഇത്രയധികം സാമ്പത്തിക സ്രോതസ്സുള്ളൊരു കോടീശ്വരനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഇത്രയധികം സാമ്പത്തികം ഇയാളിലേക്ക് എത്തിച്ചേർന്നത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഈ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഉറവിടം വല്ല മയക്കുമരുന്നോ അത്തരത്തിലുള്ള എന്തെങ്കിലും ലഹരി വസ്തുക്കളാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. വിദേശത്ത് പോയി സാമ്പത്തികമൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് കോടീശ്വരനായൊരു വ്യക്തിയായിരുന്നു വിജയകുമാർ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഉണ്ടായ പ്രശ്നങ്ങളാണോ ഈ കൊലപാതകത്തിൽ എത്തിച്ചതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. തന്നെയുമല്ല, മകൻ്റെ മരണവും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ? മകൻ്റെ മരണശേഷം ഇദ്ദേഹം ആരോടും അന്വേഷണത്തിന് കൂടുതൽ അഭിപ്രായപ്പെട്ടിരുന്നില്ല. അന്വേഷണം പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു വിജയകുമാറും. മകനും എന്തെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അധികം തെളിയിക്കപ്പെടാത്ത രീതിയിൽ ഇത് ആത്മഹത്യയാണെന്നും അവസാനിപ്പിച്ച കേസ് ഇപ്പോഴാണത് അന്വേഷണത്തിന് വിജയകുമാർ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞ ഒരു മരണമാണ് വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും മകൻ്റെയും. തന്നെയുമല്ല, ചില സ്വത്തിന് വേണ്ടിയിട്ട് മറ്റാരെങ്കിലും ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ദുരൂഹത വരുത്തണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പോലീസിൻ്റെ തീവ്രമായുള്ള അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ പറയപ്പെടുന്ന അസം സ്വദേശി അറസ്റ്റിലാകുമെങ്കിലും അസം സ്വദേശിയാണോ യഥാർത്ഥത്തിലുള്ള പ്രതി എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ വിജയകുമാറും ഭാര്യ മീരയുടെയും സ്വത്തിന് മേലുള്ള കണ്ണുവെപ്പ് കൊണ്ടാണോ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ലഹരിയുടെ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സ് വന്നത് സംബന്ധിച്ചോ ഒക്കെ കൂടുതൽ അന്വേഷണങ്ങൾ ഊർജിതമാക്കിയാൽ മാത്രമേ ഇവരുടെ ഇത്രയും ദാരുണമായിട്ട് അപ്പനും അമ്മയും മകനും മരിച്ചതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരികയുള്ളൂ. പലവിധ ഊഹാപോഹങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ആളുകൾക്ക് വ്യക്തമായ ധാരണകളില്ല. ഇവരുടെ ഭവനത്തിൽ സെക്യൂരിറ്റിയുണ്ട്, CCTV ക്യാമറകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ട് പ്രതിയെ പിടിക്കാൻ സാധിക്കുന്നില്ല? തന്നെയുമല്ല, ഈ പ്രതി എന്ന് പറയുന്ന ആൾ തന്നെയാണോ യഥാർത്ഥത്തിൽ പ്രതി എന്ന് പോലും ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹതകളും വിജയകുമാറിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് കോടികൾ വന്നതിൻ്റെ കണക്കുകളുമൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾക്ക് അവസാനം വരണമെങ്കിൽ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമായിരിക്കുകയാണ്. എന്നിരുന്നാലും വളരെ ദാരുണമായ രീതിയിൽ മൃഗീയമായിട്ടുള്ള കൊലപ്പെടുത്തലാണ് അവിടെ നടന്നിരിക്കുന്നത്. മോഷണങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും കൊലപാതകം വളരെയധികം ദുരൂഹതകൾ നിറഞ്ഞതാണ്. അത്രയധികം മൃതദേഹത്തെ വികൃതമാക്കിക്കൊണ്ടാണ് കൊല നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ വിവിധ വെട്ടുകൾ പരിക്കേൽപ്പിച്ചുകൊണ്ട് വളരെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. പ്രതി അത്രയും കൊടും ക്രൂരനായിട്ട് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച ഒരു വ്യക്തി തന്നെയാണ്. എന്നിരുന്നാലും ദുരൂഹതകൾ എത്രയും പെട്ടെന്ന് നീങ്ങാൻ സാധിക്കട്ടെ.